ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കടച്ചക്ക വറുത്തരച്ച കറിയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറന്തോട് നന്നായി ചെത്തി ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ നടുഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുക. ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. ഇതിന് വേണ്ടത് 1/2 കിലോ കടച്ചക്ക ചെറുതായി അരിഞ്ഞ് ക്ലീൻ ചെയ്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ചുവന്നുള്ളി ഒരു 3 ചെറുതായി അരിഞ്ഞത്, അതിനുശേഷം ഒരു 1/2 മുറി തേങ്ങ ചിരണ്ടി എടുക്കുക. അതിനുശേഷം ഒരു ചീഞ്ചട്ടി ചൂടാകാൻ വയ്ക്കുക. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് തേങ്ങ ഒന്ന് വറക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം കടച്ചക്ക നന്നായി ഒന്ന് കഴുകി വാരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഏകദേശം പോയിട്ടുണ്ടാവും. കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം നേരത്തെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വറുത്ത് വെച്ച തേങ്ങ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് നന്നായി അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പോകാൻ ചെക്ക് ചെയ്തതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക. ഇതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങാ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞ് അതിലേക്ക് ചെറിയുള്ളി, 2-3 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ കഷ്ണത്തിനൊപ്പം ചേർക്കാമായിരുന്നു, ഞാൻ മറന്നു പോയതുകൊണ്ടിരുന്നതാണ് ഒപ്പം ചേർത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചാറിനാവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം വാങ്ങുക. കറി സെർവ് ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊരു
പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.